നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പോണന്റ് ആൻഡ് പവർ ആണ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു 6th സ്റ്റാൻഡേർഡ് തൊട്ട് ബേസിക് ആയിട്ട് എക്സ്പോണന്റ് ആൻഡ് പവറിനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ മാം ഇന്ന് ജസ്റ്റ് അതെന്താന്ന് പറഞ്ഞുതരാം. എന്താണ് ഈ എക്സ്പോണന്റ്, എന്താണ് ഈ പവർ എന്ന്. ഒന്നുമില്ല, അത് ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ കണ്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എക്സാമ്പിൾ. എന്താണ്, ഒരു നമ്പറിനെ തന്നെ നമ്മൾ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുകളിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ എക്സ്പോണന്റ് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന എത്രയാ 5 ഫോർമുലകളുണ്ട്. നോക്കി വെച്ചോ. ആദ്യത്തെ ഫോർമുല a⁻m × a⁻n = a⁻m+n. രണ്ടാമത്തെയോ a⁻m ഡിവൈഡഡ് ബൈ a⁻n = a⁻m-n. മൂന്നാമത്തെയോ a⁻m × b⁻m = ab⁻m. ഇനി നാലാമത്തെയോ a⁻m ഡിവൈഡഡ് ബൈ b⁻m = a/b⁻m. ഇനി അഞ്ചാമത്തെ a⁻m the whole raised to n. അവിടെ 2 പവറുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, a⁻m × n ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ ഫോർമുല പഠിക്കാൻ പോവാണ്. അതെന്താണ്, a⁻m × a⁻n = a⁻m+n. ഇത് നമ്മുടെ ജനറൽ ഫോർമുലയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്കിത് എക്സാമ്പിൾ വെച്ച് പഠിക്കാം. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. എന്താണ് എക്സാമ്പിൾ നോക്കിക്കേ. 2⁻³ × 2⁻4 = 2⁻3 + 4. കണ്ടോ, ഇതിൽ മാം എഴുതിയേക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മുടെ ബേസുകൾ അല്ലേ. എക്സ്പോണന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ട്, ബേസും ഉണ്ട് പവറും ഉണ്ട് അല്ലെ. ഇതെന്ന് പറയുന്നത് ബേസ് ആണ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോണന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ബേസുകൾ സെയിമും നമ്മുടെ എക്സ്പോണന്റുകൾ ഡിഫറൻറ്റും അതുപോലെ മൾട്ടിപ്ലിക്കേഷനുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പവറുകളെ തമ്മിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ ജനറൽ ഫോർമുല ഒന്ന് നോക്കിക്കേ. അപ്പൊ എക്ക് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. എന്താണ് മാറുന്നത്, നമ്മുടെ പവറുകൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പോണന്റുകൾ ചേഞ്ച് ചെയ്യും. ഓക്കെ ആണോ? നമ്മുടെ സെക്കൻഡ് വൺ അല്ലെ. നമ്മുടെ സെക്കൻഡ് വൺ എന്താണ്, a⁻m ഡിവൈഡഡ് ബൈ a⁻n = a⁻m-n. ഇതും നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. നോക്കിക്കേ. 2⁸ ഡിവൈഡഡ് ബൈ 2⁴ = 2⁸ എന്ത് വരും, 2⁴. മാം കഴിഞ്ഞ ഫസ്റ്റ് നമ്മൾ ഫോർമുല പഠിച്ച അതേ കാര്യം തന്നെ. നമ്മുടെ ബേസുകൾ എന്താണ് നോക്കിക്കേ, ബേസുകൾ സെയിം ആണ്, പക്ഷെ എക്സ്പോണന്റുകൾ ഡിഫറെന്റ് ആണ്. സൈൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഓപ്പറേഷൻ എന്താണ്, ഇവിടുത്തെ ഡിവിഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും, സബ്ട്രാക്ഷൻ വരും. മനസ്സിലായോ? അതിന്റെ ജനറൽ ഫോർമുല പറയുമ്പോഴും അതുപോലെ തന്നെ എക്ക് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ അല്ലേ? യെസ്. നമ്മുടെ മൂന്നാമത്തെ ഏതാണ്, a⁻m × b⁻m = ab⁻m. ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. നോക്കിക്കേ. 2�3× 3⁻³ = 2 × 3 the whole raised to 3 = 6⁻3. ഇതിന്റെ പ്രത്യേകത എന്താ നോക്കിയോ മക്കളെ. ഇതിന്റെ ബേസുകൾ നോക്കിക്കേ. ബേസുകള് ഡിഫറെന്റ് ആണ് അല്ലെ, വേറെ വേറെ ബേസുകളാണ്. പക്ഷെ എക്സ്പോണന്റുകള് സെയിം ആണ്. ആ സമയത്ത് നമ്മുടെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ബേസുകളെ തമ്മിൽ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പവറിന് അവിടെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ശ്രദ്ധിക്കണം, നമ്മുടെ ആദ്യത്തെ ഫോർമുലകളിൽ ബേസുകളായിരുന്നു സെയിം എങ്കിൽ ഇവിടെ ബേസുകൾ എന്താണ്, ഡിഫറെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അതിന്റെ ജനറൽ ഫോർമുലയാണ് ഇത്. അപ്പൊ നമുക്ക് എക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, ബിക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അപ്പൊ മക്കളെ, നമ്മുടെ നാലാമത്തെ ഫോർമുല അതും നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എന്നിട്ട് മാം എന്ത് ചെയ്യാം, ഫോർമുല പറഞ്ഞുതരാം കേട്ടോ. 2⁴ ഡിവൈഡഡ് ബൈ 3⁴ = 2/3⁴. മക്കളെ, ഇതിനകത്തും എന്ത് തന്നെയാണ്, നമ്മുടെ ബേസുകൾ എന്താണ് മക്കളെ, ഡിഫറെന്റ് ആണ്. പക്ഷെ പവറുകളോ സെയിം ആണ്. ഓപ്പറേഷൻ നോക്കിക്കേ. ഓപ്പറേഷൻ മാത്രമേ അവിടെ ചേഞ്ച് ഉള്ളൂ. ഡിവിഷൻ വരുമ്പോ നമ്മൾ നമ്മുടെ ഈ ആദ്യത്തെ നമ്പറിനെയും രണ്ടാമത്തെ നമ്പറിനെയും എന്തായിട്ട് മാറ്റും, ന്യൂമറേറ്ററിനെ ആക്കും. മറ്റേതിനെ എന്താക്കും, ഡിനോമിനേറ്റർ ആക്കും. പവറുകൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ തന്നെ എഴുതും. അപ്പൊ അതിന്റെ ജനറൽ ഫോർമുല എന്താണ്, a⁻m ഡിവൈഡഡ് ബൈ b⁻m = a/b⁻m. എക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം, ബിക്ക് നമുക്ക് വാല്യൂസ് കൊടുക്കാം. പക്ഷെ വാല്യൂസ് കൊടുക്കുമ്പോൾ എന്തായിരിക്കണം, അത് ഡിഫറെന്റ് ആയിരിക്കണം. സെക്കൻഡ് ഫോർമുലയിൽ നിന്ന് എന്താണ് ഡിഫറൻസ്, ബേസുകള് ഡിഫറെന്റ് ആണ്. ഓക്കെ ആണല്ലോ.
ഓക്കെ, നമ്മുടെ അഞ്ചാമത്തെ ഫോമിൽ എന്താ നോക്കിക്കേ മക്കളെ, എ റേസ് ടു ദ ഹോൾ റേസ് ടു എൻ അല്ലെ, 2 പവറുകൾ വരുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ 2 എക്സ്പോണന്റുകൾ വരുന്നുണ്ട്. അപ്പൊ എക്സ്പോണന്റുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ എക്സാമ്പിൾ തന്നെ കാണിച്ചു തരാം. 2 റേസ് ടു 3 the whole raised to 2 is equal to 2 raised to 3 into 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to 6. എന്താണ് ഇതിന്റെ വ്യത്യാസം നോക്കിക്കേ, നമുക്ക് 2 പവറുകൾ ഉണ്ടെങ്കിൽ അല്ലെ, ബ്രാക്കറ്റിന്റെ പുറകിൽ അല്ലെ ബ്രാക്കറ്റിന്റെ മുകളിലും ഒരു പവർ ഉണ്ടെങ്കിൽ നമ്മൾ ആ പവറുകളെ തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ബേസുകൾ എന്താണ്? എപ്പോഴും സെയിം ആയിരിക്കും, ഒറ്റ ബേസേ ഉള്ളൂ. ക്ലിയർ ആയോ നമ്മുടെ ഈ 5 ഫോർമുലകള്? അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു മക്കൾക്ക് നമ്മുടെ മാത്സിന് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം.